നമസ്തേ. എന്നാലും വല്ലാത്ത ചതിയായി പോയി കോയ. എന്തൊക്കെ മോഹങ്ങളായിരുന്നു. ഡൽഹിയിൽ പാറ്റകൾ പാറി നടക്കും, രാജ്യം തിളയ്ക്കും, മോദി വാലും ചുരുട്ടിയോടും. ഹോ, എന്തൊക്കെയായിരുന്നു. ജന്തർ മന്ദറിൽ സമരം ചെയ്യാൻ അനുമതി കിട്ടണമെങ്കിൽ സാധാരണ ഒരാഴ്ച മുൻപേ പോലീസിൽ അനുമതി അപേക്ഷിക്കണം. പാറ്റകൾ മനഃപൂർവ്വം അത് ചെയ്തില്ല. എന്നാലല്ലേ ഒരു ഗുമ്മുള്ളൂ. അമേരിക്കയിൽ നിന്ന് MA ധവാൻ എന്ന മാധവൻ വന്ന പോലെ പാറ്റകളിലെ മുഴുത്ത പാറ്റ വന്നിറങ്ങുന്നു. കുഞ്ഞിപ്പാറ്റകളെല്ലാം കൂടി ഇതിയാൻ എഴുന്നള്ളിച്ചുകൊണ്ട് ജന്തർ മന്ദർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾക്ക് സമരം ചെയ്യാൻ അനുമതി തായെന്ന് ആജ്ഞാപിക്കുന്നു. പോലീസ് ചട്ടപ്രകാരം പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സിസ്റ്റം തകർക്കണമെന്ന് പറഞ്ഞ് പാറ്റകളുടെ മഹാസമരം ചെയ്യുന്നു. പോലീസുമായി അടിപിടി, ജലപീരങ്കി, ലാത്തിചാർജ്, വെടിവയ്പ്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ലൈവ് കവറേജ്. പ്രമുഖ ജെൻസ് നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, പ്രകാശ് രാജ്, സോനം വാങ്ചുങ് എന്നിവരുടെ TV പ്രസ്താവനകൾ രാജ്യം മുഴുവൻ പടർന്ന പ്രക്ഷോഭം. മോദി വിറയ്ക്കുന്നു, രാജ്യം വിറയ്ക്കുന്നു, രാഹുൽ ബാബ പ്രധാനമന്ത്രിയാകുന്നു. ഹോ, എന്തൊക്കെ മോഹങ്ങളായിരുന്നു. ദേ കിടക്കുന്നു സവാള വട. അമേരിക്കൻ പാറ്റയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അനുമതി പത്രം അടിച്ചു റെഡിയാക്കി കവറിലിട്ട് വെച്ചിരിക്കുന്നു. തരാതിരുന്നുകൂടെ എന്ന് കെഞ്ചി ചോദിച്ചിട്ട് അവറ്റകള് സമ്മതിച്ചില്ല. പോയി ഇരുന്നോളാൻ, അതും ഡൽഹിയിലെ 45 ഡിഗ്രി കൊടും ചൂടത്ത്. ഇതൊക്കെ കണ്ട് പാറാവ് നിൽക്കുന്ന പോലീസുകാരനെ പരിഹസിച്ചുള്ള ഇളിഞ്ഞ ചിരിയും. ഇതൊക്കെ യുവാക്കളോട് ചെയ്യാമോ? എന്ത് കഷ്ടല്ലേ. ഇതും പോരാഞ്ഞ് ഇപ്പോൾ വാർത്ത വരുന്നു, അമേരിക്കൻ പാർട്ടിയെ അവിടെ നിന്ന് നാട് കടത്തിയതാണെന്ന്. രാവിലെ മുതൽ ജന്തർ മന്ദർ കവിഞ്ഞ് പാർട്ടി ലക്ഷ്യങ്ങൾ വരുമെന്ന് തള്ളിമറിച്ച് ബിൽഡപ്പ് ഉണ്ടാക്കിയ മലയാളി മാപ്രകൾ അല്ലെങ്കിൽ തന്നെ 4, 3, 7 പാർട്ടികളെ വന്നുള്ളൂ എന്ന് കണ്ടപ്പോൾ ഗ്യാസ് പോയതാണ്. ഇനി ഇതും കൂടി അറിയുമ്പോൾ എന്താകുമോ എന്തോ. കഷ്ടം തന്നെ മുതലാളി.